നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. നിരക്ക് പരിഷ്കരണം, ബൈക്ക് ടാക്സി അവസാനിപ്പിക്കലടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് ഇന്നു മുതൽ ഓൺലൈൻ ടാക്സി, കാർ ഡ്രൈവർമാർ അനിശ്ചിതകാല സമരത്തിന്. പണിമുടക്കിന്റെ ഭാഗമായി ഊബർ, ഓല, റാപ്പിഡോ, കേരള സവാരി കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ടാക്സികൾ ഓഫ്ലൈൻ ആകുമെന്നാണ് പ്രഖ്യാപനം. ന്യായമായ നിരക്ക് പരിഷ്കരണം, ബൈക്ക് ടാക്സി അവസാനിപ്പിക്കൽ തുടങ്ങി 11 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. മുമ്പ് പ്രതിഷേധിച്ചപ്പോൾ പരിഹാരമെന്ന നിലയിൽ വർദ്ധിപ്പിച്ച തുക കമ്പനികൾ പിൻവലിച്ചതോടെയാണ് സമരത്തിനിറങ്ങിയത്. രേഖാമൂലം ഉറപ്പുവേണമെന്നാണ് പ്രതിഷേധിക്കുന്നവരുടെ ആവശ്യം. രാവിലെ കാറുകൾ കൂട്ടത്തോടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഓഫ്ലൈൻ ആക്കിയാണ് പ്രതിഷേധിക്കുക. ഇതോടെ ഓൺലൈൻ ക്യാബുകളെ ആശ്രയിക്കുന്ന നിരവധി പേർ പ്രതിസന്ധിയിലാകും. പാവപ്പെട്ട ഒരു മനുഷ്യന് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് ദേവാലയം നിർമ്മിക്കുന്നതിന് തുല്യമാണെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. ഓർത്തഡോക്സ് കുന്നംകുളം ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച 8 വീടുകളുടെ താക്കോൽ സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വീടുകളുടെ താക്കോൽ വിതരണം മന്ത്രി CP ജോൺ നിർവഹിച്ചു. ഡോക്ടർ ഗീവർഗീസ് അധ്യക്ഷത വഹിച്ചു. പരിശുദ്ധ പൗലോസ് ദിദിയൻ ബാവ സാന്ത്വന സ്പർശം അവാർഡ് കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമലിന് സമ്മാനിച്ചു. AC മൊയ്തീൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് തുഷാര സുധീഷ്, ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, ഫാദർ ഗീവർഗീസ് തോലത്ത്, OCYM കേന്ദ്ര ജനറൽ സെക്രട്ടറി ഫാദർ വിജു എലിയാസ്, മറിയ ഉമ്മൻ, കുന്നംകുളം പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് KP പോളി എന്നിവർ സംസാരിച്ചു. പള്ളി പൊളിച്ചു പണിയല്ല ആവശ്യം, പുതിയ പള്ളി ഉണ്ടാക്കി കൊടുക്കണം. ആ പള്ളി നമ്മുടെ പാവപ്പെട്ട ജനങ്ങളാണ്. ഏത് മനുഷ്യനുമാകട്ടെ, അത് ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ ആരുമാകട്ടെ, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളെല്ലാവരും ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവം പല മനുഷ്യജാതി ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെ എല്ലാവരെയും ഒരു മനുഷ്യജാതിയെ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും, ഏത് മതത്തിലായാലും ഏത് വർണ്ണത്തിലായാലും ലിംഗത്തിലായാലും നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. മന്നലാംകുന്ന് സർവീസ് റോഡുമായി ബന്ധിക്കുന്ന AKG റോഡിലെ വെള്ളക്കെട്ട് ദുരിതത്തിന് 3 വർഷമായിട്ടും പരിഹാരമായില്ല. പരിഹാരം കാണാൻ കഴിയാതെ അധികൃതർ. മഴ കനത്തതോടെ 28 വീടാണ് വെള്ളത്തിലായത്. സർവീസ് റോഡിൽ നിന്നും വെള്ളം വരുന്നത് തടയാൻ നാട്ടുകാർ 1.5 ലക്ഷം രൂപ ചെലവിട്ട് AKG റോഡ് ഉയർത്തിയെങ്കിലും ഫലം കണ്ടില്ല. വെള്ളക്കെട്ട് പരിഹരിക്കാൻ സർവീസ് റോഡും കാനയും ഉയർത്തുമെന്ന് NH അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ആദ്യം കാന പണിയുന്നതിനു പകരം റോഡ് ഉയർത്തി ടാറിട്ടു. ഇപ്പോൾ പലയിടത്തും കാനയില്ല. സർവീസ് റോഡിലെ വെള്ളക്കെട്ട് ഇല്ലാതായപ്പോൾ AKG റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. നിർമ്മാണ കമ്പനി മന്നലാംകുന്ന് AKG റോഡിന്റെയും പരിസരത്തെ വീടുകളിലെയും വെള്ളക്കെട്ട് ഒരു മോട്ടോർ വെച്ച് കാനയിലെ വെള്ളം കനോലി കനാലിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. മുൻവർഷം 4 മോട്ടോർ രാപ്പകലില്ലാതെ പമ്പ് ചെയ്തിരുന്നിടത്താണ് പേരിനു മാത്രമുള്ള ഇടപെടൽ. കഴിഞ്ഞ ആഴ്ച AKG റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് പ്രദേശവാസികൾ പണം സ്വരൂപിച്ച് കോറി വേസ്റ്റ് അടിച്ച് ഉയർത്തിയിരുന്നു. എന്നാൽ റോഡരികിലെ വീടുകളുടെ സ്ലാബ് മതിൽ വിടവിലൂടെയും പൊട്ടിയ ഭാഗങ്ങളിലൂടെയും വെള്ളം പഴയ പോലെ AKG റോഡിലെത്തി. രായമരക്കാർ വീട്ടിൽ സുഹറയുടെ വീടിന്റെ അടുക്കളയിൽ പോലും വെള്ളക്കെട്ട് ഭീഷണിയാണ്. മലിനജലം കിണറ്റിലെത്തുന്നത് പ്രദേശത്ത് രോഗഭീഷണി ഉയർത്തുമെന്ന ആശങ്കയുമുണ്ട്. പല വീടുകളിലും വയോജനങ്ങളും രോഗികളും താമസിക്കുന്നതിനാൽ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലോ മദ്രസയിലോ പോകാനും കഴിയാത്ത അവസ്ഥയാണ്. ഒരു ദിവസം കുറച്ചു സമയം മഴ പെയ്താൽ ഇവർക്ക് വീടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കില്ല. വാഹനങ്ങളും വീട്ടിലേക്ക് എത്താൻ കഴിയില്ല. MLA ഉൾപ്പെടെയുള്ളവർ പ്രശ്നത്തിൽ ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമായി നാട്ടുകാർ NH അധികൃതരെ കണ്ടെങ്കിലും ഇവരും കൈമലർത്തുകയാണ്. പെരുമ്പിലാവിൽ പ്രവർത്തിക്കുന്ന വിദ്യ റെസിഡൻസി ഉടമയെ കബളിപ്പിച്ച് 4.5 കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിലെ കാഷ്യർ കം അക്കൗണ്ടന്റായ ശാന്തി, ഹോട്ടലിന്റെ ജനറൽ മാനേജറായ അരുൺ P. നായർ എന്നിവർക്കെതിരെയാണ് വിവിധ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. 2022 മുതൽ 25 വരെയുള്ള കാലയളവിലാണ് പ്രതികൾ ഗൂഢാലോചന നടത്തി സാമ്പത്തിക തിരിമറി നടത്തിയത്. ഹോട്ടൽ ഉടമയായ ഗോവിന്ദൻകുട്ടി സ്ഥലത്തില്ലാത്ത സമയങ്ങളിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ 1-ാം പ്രതിയായ ശാന്തിയെ ഏൽപ്പിച്ചിരുന്ന ഒപ്പിട്ട ബ്ലാങ്ക് ചെക്കുകൾ ദുരുപയോഗം ചെയ്തും സ്ഥാപനത്തിലെ വരവ് ചെലവ് കണക്കുകളിൽ കൃത്രിമം കാണിച്ചുമാണ് പ്രതികൾ വൻ തുക തട്ടിയെടുത്തത്. വിശ്വാസവഞ്ചന നടത്തിയും ചതിയിലൂടെയും പ്രതികൾ തനിക്ക് 4.50 കോടി രൂപയുടെ നഷ്ടം വരുത്തിയെന്ന് കാണിച്ച് ഉടമ നൽകിയ പരാതിയിലാണ് നടപടി.
കുന്നംകുളം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഇൻസ്പെക്ടർ സനീഷ് SRന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. ദേശീയപാത 66 മണത്തല ജുമാത്ത് പള്ളിക്ക് മുൻവശം വെള്ളക്കെട്ട് രൂക്ഷമായി. ചെറിയ മഴയിൽ പോലും റോഡ് പൂർണ്ണമായും തോടിന് സമാനമായ അവസ്ഥയിലാണ്. മഴ ശക്തി പ്രാപിച്ചതോടെ റോഡിൽ വെള്ളം ഉയർന്നു. ഇതോടെ കാൽനടയാത്ര പോലും ദുസ്സഹമായി. ദേശീയപാതയോരത്ത് നടന്നിരുന്ന കാന നിർമ്മാണം ഈ ഭാഗത്ത് അധികൃതർ പകുതി വഴിയിൽ നിർത്തിവെച്ചതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ പ്രധാന കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളും പ്രദേശവാസികളും യാത്ര ചെയ്യുന്ന പ്രധാന പാതയിലെ ദുരിതത്തിന് ദേശീയപാത അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരാറുള്ള ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെയും മഹാഗോപൂജയുടെയും ഗുരുവായൂർ ഗോകുല ജില്ലാതല സ്വാഗത സംഘ രൂപീകരണം നടത്തി. ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ നടന്ന യോഗം ഗുരുവായൂർ നാരായണാലയം അധിപതി സംപൂജ്യ സന്മയാനന്ദ സരസ്വതി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം ഗോകുല ജില്ലാ അധ്യക്ഷൻ PK ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ഉത്തര കേരളം ഉപാധ്യക്ഷൻ CM ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ കാര്യദർശി PG ഷമ്മി, റിട്ടയേർഡ് എയർ വിംഗ് കമാൻഡർ ലോകനാഥൻ പട്ടണത്ത്, ഗോകുല ജില്ലാ കാര്യദർശി AV രഞ്ജിത്ത്, നഗരസഭാ കൗൺസിലർ ശോഭ ഹരിനാരായണൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി, സംപൂജ്യ സന്മയാനന്ദ സരസ്വതി സ്വാമികൾ, മൗനയോഗി ഹരിനാരായണൻ, ലോകനാഥൻ പട്ടണത്ത് എന്നിവർ രക്ഷാധികാരികളായും ഡോക്ടർ VM വാസുദേവൻ ചെയർമാനായും 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. ആഗസ്റ്റ് 30 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വടക്കേനടയിൽ മഹാഗോപൂജ നടക്കും. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ചയാണ് ശ്രീകൃഷ്ണ ജയന്തി. ചരമം. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ മുൻ ലൈബ്രറിയൻ വേലൂർ ഒലക്കെങ്കിൽ പറിഞ്ചുകുട്ടി മകൻ കുര്യാക്കു നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് വേലൂർ പള്ളി സെമിത്തേരിയിൽ നടക്കും. വടക്കേക്കാട് മണികണ്ഠേശ്വരം അറയ്ക്കൽ LC തോമസ് നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് തൃശൂർ പറവട്ടാണി സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. അഞ്ഞൂർ നീർത്താട്ടിൽ അയ്യപ്പൻ മകൻ വേണുഗോപാൽ നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം 5 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഗിരിജ ഭാര്യയും അജിത്ത്, അശ്വതി എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി തിപ്പല്ലൂർ കോനങ്ങത്ത് വീട്ടിൽ സരോജിനി അമ്മ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5:30 വീട്ടുവളപ്പിൽ നടക്കും. വേണു, മണികണ്ഠൻ, ലത, മുരളി എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.